ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ സാരമായി ബാധിക്കുന്നതും ഒരു മനുഷ്യനിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും റഹ്മാനായ റബ്ബും ഒരുപോലെ പഠിപ്പിച്ചു തന്ന ഏറ്റവും മോശമായൊരു സ്വഭാവമാണ് പിശുക്ക് എന്ന് പറയുന്നത്. ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച സൂറത്തുൽ ഇസ്രായിൽ 29 റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക. ഒരു ആലങ്കാരികമായി കൊണ്ട് പറയാണ്, നീ നിന്റെ കൈകളെ നിന്റെ പിരടിയിലേക്ക് ബന്ധിപ്പിക്കരുത്. അഥവാ ഒന്നും കൊടുക്കാതെ കയ്യ് കെട്ടിവെക്കരുത്, അത് പിശുക്ക് കാണിക്കരുത് എന്ന് റഹ്മാനായ റബ്ബ് വളരെ ഗൗരവത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ അരികൾ നാളെ പരലോകത്ത് കോപം നിർബന്ധമാകുന്ന ചില ആളുകളെ വിശദീകരിക്കുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും കഴിവുണ്ടായിട്ടും പിശുക്കി വെക്കുന്ന ആളുകളെ കുറിച്ചാണ്. മുൻകാലക്കാരെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അവിടെയും പറഞ്ഞു, ഇയ്യാകും വശുഹ ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകും. കൂട്ടരെ, നിങ്ങൾ പിശുക്കിനെ നല്ലോണം ഭയപ്പെടണം, അതിനെ ഗൗരവത്തിൽ നിങ്ങൾ കാണണം. കാരണം നിങ്ങളുടെ മുൻകാലക്കാരെ നശിപ്പിച്ചത് പിശുക്കാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ താക്കീത് നൽകി. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ഒരാൾ മുഅ്മിനാണോ അവന്റെ മനസ്സിൽ പിശുക്കുണ്ടാവുകയില്ല എന്നാണ്. വലാ യജ്മഉ അല്ലാഹു ഫീ ഖൽബി ഇംറിഇൻ മുസ്ലിമിൻ അൽ ഈമാന ബില്ലാഹി വശുഹ ജമീഅ. ഒരു മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു വിശ്വാസത്തെയും പിശുക്കിനെയും ഒരുമിച്ച് സമ്മേളിപ്പിക്കുകയില്ല എന്നാണ്. അപ്പോൾ ഒരാൾക്ക് പിശുക്കുണ്ടോ, അവൻ ഈമാനിൽ കുറവുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരാൾക്ക് പിശുക്കില്ലേ, അൽഹംദുലില്ലാഹ് അവനക്ക് ഈമാൻ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് എന്ന് സന്തോഷിക്കുക. ഇങ്ങനെ എല്ലാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല നിലക്ക് വിശദീകരിച്ചു. മാത്രവുമല്ല സുഹൃത്തുക്കളെ, ഒരാൾ കഴിവുണ്ടായിട്ടും പിശുക്കുക എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ച് ആളുകൾക്ക് എന്ത് മതിപ്പാണ് ഉണ്ടാവുക? സ്വന്തം മക്കൾക്ക് വല്ല മതിപ്പുണ്ടാവും, സ്വന്തം ഇണക്ക് വല്ല മതിപ്പുണ്ടാവും, മാതാപിതാക്കൾക്ക് മതിപ്പുണ്ടാവും. ഒരു അത്യാവശ്യത്തിന് പോയി ചോദിച്ചപ്പോൾ ഉണ്ടായിട്ടും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്തൊരിക്കപ്പോ ഒരു അവസ്ഥ ഉണ്ടാകുക? ആ ദാമ്പത്യം എന്തായിരിക്കും? ആ മക്കളുടെ ഒരു വേദന എത്രയായിരിക്കും? സമൂഹത്തിൽ ആ മനുഷ്യനെ കൊണ്ട് വല്ല ഉപകാരവും ഉണ്ടാവില്ല. ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ജീവിതത്തിൽ താനൊക്കെ ജീവിച്ചു തീർത്തു എന്നേ ഉള്ളൂ. ഒരാൾക്കും 10 പൈസക്ക് ഉപകാരമില്ലാത്തവനായി എല്ലാവരുടെയും അവമതിപ്പ് സമ്പാദിച്ച് മരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി അല്ല എന്ന് പകൽ വെളിച്ചം പോലെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വിജയിക്കണോ, അല്ലാഹ് പറയാണ്, നിങ്ങളുടെ മനസ്സിലേക്ക് സ്വമേധയാ വരുന്ന പിശുക്കിനെ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം, അതിനെ ചികിത്സിക്കാൻ നിങ്ങൾക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്, വമയ്യു ഖശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണ് തന്റെ നഫ്സിലെ പിശുക്കിനെ അത് ശ്രദ്ധിക്കുന്നത്, അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പണിയെടുക്കുന്നത്, അവരാണ് നാളെ പരലോകത്ത് വിജയിക്കുന്നത് എന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, പല നിലക്ക് പിശുക്ക് നമുക്ക് കാണാൻ കഴിയും. ഒന്നെന്താ അറിയാങ്ങള്, സ്വന്തത്തോട് പിശുക്കുന്ന ആളുകളുണ്ട്. സ്വന്തത്തോട് പിശുക്ക, അതെന്താ? അത്യാവശ്യമൊക്കെ നല്ല നിലക്ക് ജീവിക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടും, അല്ലാഹ് ഔദാര്യത്തിൽ എടുത്ത് കൊടുത്തിട്ടും, നല്ലൊരു വസ്ത്രം ധരിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് ധരിക്കാത്തവർ, നല്ലൊരു ഭക്ഷണം കഴിക്കാനുള്ള വക ഉണ്ടായിട്ടും മനസ്സ് കൊതിച്ചിട്ടും അത് കഴിക്കാത്തവർ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ കുറിച്ച് പറഞ്ഞില്ല സുഹൃത്തുക്കളെ, ഇന്നല്ലാഹ യുഹിബ്ബു അയ്യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. അള്ളാഹു അവന്റെ അടിമക്ക് ഒരു നിഅമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിത നിലവാരം അവന്റെ ജീവിതത്തിൽ കാണുന്നതാണ് റബ്ബിന് ഇഷ്ടം. മത്സരിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഇല്ലാത്തവൻ മറ്റുള്ളവന്റെ പേരിൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കോപ്രായത്തരത്തെ കുറിച്ചല്ല പറയണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിത ചുറ്റുപാട്, ഒരു ആവറേജ് ലെവൽ കീപ്പ് ചെയ്ത് പോകുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. സ്വന്തത്തോട് പോലും പിശുക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നല്ല ശക്തമായ വേദനയാണ്, ചികിത്സിക്കാൻ പോണില്ല, കാരണം പണം ചെലവായാലെന്ന് ആലോചിച്ചിട്ട്. എത്ര മോശമാണ് സുഹൃത്തുക്കളെ, സ്വന്തത്തോട് പിശുക്കുന്നവരും കാണാൻ കഴിയും. രണ്ടാമത്തെ ടീം എന്താണെന്നറിയോ? ആവശ്യക്കാരോട് പിശുക്കുന്ന ആളുകൾ. കുടുംബത്തിൽ നിന്നൊക്കെ പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യസ്അലു റജുലുൻ മൗലാഹു മിൻ ഫളിൻ ഹുവ ഇൻദഹു ഫയംനഉഹു ഇയ്യാ. ഒരു മനുഷ്യന്റെ അടുക്കല് തന്റെ കുടുംബക്കാരൊക്കെ മറ്റു വന്നുകൊണ്ട് ചോദിച്ചു, ഇന്നൊരു ആവശ്യമുണ്ട്, ഒരു കുറച്ച് അത്യാവശ്യത്തിലുള്ളത്, നല്ല പ്രയാസമുണ്ട്, താങ്കളുടെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ചോദിച്ചു. ചോദിക്കപ്പെടുന്ന ആളുടെ അടുത്ത് ഉണ്ട്, അത് റബ്ബിനെ അറിയാം. കൊടുത്തത് റബ്ബാണെങ്കിൽ, അവൻ അരികിലേക്ക് വിട്ടത് റബ്ബാണെങ്കിൽ, അത് ചോദിക്കപ്പെട്ട സാഹചര്യത്തെ അറിയുന്നത് റബ്ബാണെങ്കിൽ സുഹൃത്തെ, അത് റബ്ബിനെ അറിയാന്നുള്ളതാണ്.
പക്ഷെ ആ മനുഷ്യൻ ഫയംനഉഹു ഇയ്യാ, കൊടുക്കാതെ തടഞ്ഞു വെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയ ഇല്ലാ ദുഇയ ലഹു യൗമൽ ഖിയാമ വഫളലുഹു അല്ലദീ മനഅഹു ശജാഅൻ അഖറഅ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ മനുഷ്യൻ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. താൻ പിടിച്ചു വെച്ച മുതലിനെ നല്ല ശക്തമായ വിഷമുള്ള ഒരു സർപ്പമാക്കിയിട്ട് അദ്ദേഹത്തിന് എടുത്തു കൊടുക്കുമെന്നാണ്. പിശുക്കി വെച്ചു കഴിഞ്ഞാൽ അതെല്ലാം തിരിഞ്ഞു കൊത്താനുള്ള മുതലാണെന്ന ഗൗരവം മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉണ്ടോ കൊടുക്കാൻ സുഹൃത്തുക്കളെ കഴിയണം. അവനാന്റെ സാഹചര്യത്തിനനുസരിച്ച് ബാക്കിയുള്ളവരുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ മുതൽ നമുക്ക് കിട്ടിയിട്ട് എന്ത് കാര്യമാണ് ആലോചിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, പരലോകത്ത് നിഅ്മൽ മഊന, ഒരു മനുഷ്യനെ ഇത്രമേൽ സഹായിക്കുന്ന മറ്റൊന്നില്ല എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്തവൻ, അവൻ അള്ളാന്റെ മാർഗത്തിൽ കഴിവിന്റെ പരമാവധി പുണ്യം കിട്ടുന്ന മേഖലകളിലൊക്കെ കൈമൈ മറന്നവൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻക്ക് നാളെ ഈ ചെയ്തതെല്ലാം വലിയൊരു സഹായിയായി പരലോക യാത്ര എളുപ്പമാക്കുന്ന വലിയ ഘടകമായി അത് പരിവർത്തിക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? മറ്റൊരു ടീം എന്താ വെച്ച് കഴിഞ്ഞാല് നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾ. നേരത്തെ പറഞ്ഞതുപോലെ മക്കൾക്ക്, ഭാര്യക്ക്, മാതാപിതാക്കളോട്, അല്ലെ? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബിയെ കുറിച്ച് ഒരു സഹോദരി വന്നിട്ട് പരാതി പറയുന്നുണ്ട്. ഇന്നാലിന്റെ മനുഷ്യൻ ഞങ്ങൾക്കൊന്നും തരുന്നില്ല, അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പോയി ചോദിച്ചാൽ പോലും അത് നൽകുന്നില്ല, പിടിച്ചു വെക്കാണ്. ഇല്ലാഞ്ഞിട്ടല്ല, ദാരിദ്ര്യം ഉണ്ടായിട്ടൊന്നല്ല, ഉണ്ട്, പക്ഷെ തരാൻ ഇവർക്ക് മനസ്സിലാന്ന് പറഞ്ഞു. അള്ളാഹിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഖുദി അൻതി വബനൂകി മാ യക്ഫീകി ബിൽ മഅറൂഫ്, നിങ്ങൾ ചോദിക്കണം എന്നുള്ള അർത്ഥത്തിൽ എടുത്തോളി എന്നാ പറഞ്ഞു. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ചോദിക്കണം എന്ന് പോലില്ല, നിങ്ങൾ അവകാശപ്പെട്ട് എടുത്തോളി എന്നാ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ലൈസൻസ് കൊടുക്കാൻ മാത്രം അത്രയേറെ ഓൺ ദ സ്പോട്ട് കാര്യങ്ങൾ ഇടപെട്ടൊരു വിഷയമാണ് പിശുക്ക് നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ ടീം എന്താണെന്നറിയോ? നിർബന്ധമായി കൊണ്ടും കൊടുക്കേണ്ടതിനെ തടഞ്ഞു വെക്കുന്ന ആളുകളുണ്ട്. അതിന്റെ ഔദാര്യം എന്നല്ല, നിർബന്ധമായി കൊണ്ടും കൊടുക്കേണ്ട മുതലുണ്ട്. അതേതാ സുഹൃത്തുക്കളെ? സക്കാത്താണ്, അല്ലെ? സക്കാത്തിന് തടഞ്ഞു വെക്കുന്ന ആളുകൾ. പല ആളുകൾ എന്താ പറയാ നിങ്ങള്? ചില ആളുകളൊക്കെ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും ഈ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ, അതിന് വല്ല ഫത്വയുണ്ടോ നോക്കിയെടുക്കുന്ന ആളുകളുണ്ടോ? അത് ഒരാളോട് പോയി ചോദിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്നത് വരെ കുറച്ച് മയത്തിൽ സംസാരിക്കണ ആരാണ് അവനോട് പോയിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്നാൽ ഇങ്ങനെ ആകുമ്പോൾ കൊടുക്കേണ്ടതില്ലല്ലോ എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുത്തിട്ട് ഇനിയൊരു സംശയത്തിന് നിൽക്കണില്ല, അത് സ്വർഗം നരകം തീരുമാനിക്കപ്പെടുന്ന വിഷയമാണെന്ന ഗൗരവ സ്വഭാവത്തിൽ സമീപിക്കാതെ എന്തെങ്കിലുമൊക്കെ മുട്ടുന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും തടി തപ്പാൻ കരുതുന്ന ആളുകളുണ്ടോ സഹോദര? അതൊക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ താൽക്കാലിക രക്ഷപ്പെടൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എത്ര പൂത്തി വെച്ചാലും തന്നത് റബ്ബാണെങ്കിൽ എത്ര കൊടുക്കേണ്ടെന്ന് റബ്ബിന് അറിയാം. അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറൻ ലഹും. അല്ലാഹു നൽകിയതിൽ നിന്നും ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന, പിശുക്കി പിടിച്ചു വെക്കുന്ന, ബുഖ്ൽ എന്ന് പറഞ്ഞ പിശുക്കി വെക്കുന്നവർ ഒരിക്കലും കരുതേണ്ടതില്ല അതവർക്ക് ബെനിഫിറ്റ് ആണ് എന്ന്, അതവർക്ക് നല്ലതാണ് എന്ന്. അല്ലേ? 1,00,000 ഉണ്ടാവും, 2,500 കൊടുക്കാതെ 2,500 കിട്ടിക്കൊല്ലം ഇപ്പൊ അടുത്തൊല്ലം നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2,500 കിട്ടിന്ന് ആരും കരുതേണ്ടതില്ല. ബൽ ഹുവ ശർറുൻ ലഹും. അല്ലാഹ് പറയാ, അത് അവർക്ക് മോശമാണ്, അതവർ തീക്കട്ട കൊണ്ട് തലച്ചൊറിയലാണ്, എരന്ന് ശിക്ഷ വാങ്ങലാണ് നാളെ പരലോകത്തും ഇഹലോകത്തും. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ശിക്ഷ ഉണ്ടാവുകയുള്ളൂ, ശർറേ ഉണ്ടാവുകയുള്ളൂ എന്ന് റഹ്മാനായ റബ്ബ് പറയാ. ഇന്നൊരു ചെറിയൊരു കാര്യം പറഞ്ഞു, എന്താണെന്നറിയോ? സയുതവ്വഖൂന മാ ബഖലു യൗമൽ ഖിയാമ. അവർ ഏത് മുതലാണോ സക്കാത്തിനുള്ള അവസരം ഉണ്ടായിട്ടും കൊടുക്കാനുള്ള അവസ്ഥ എത്തിയിട്ടും പിടിച്ചു വെച്ചത്, പിശുക്കി പിടിച്ചു വെച്ചത്, ആ മുതലുകൾ നാളെ നരകത്തിലിട്ട് ചൂടാക്കിയിട്ട് ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇട്ടുകൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്തുകൊണ്ടാണ് ഈ ഗതികേടിലേക്ക് ആ മനുഷ്യൻ എത്തിയെന്ന് ചോദിച്ചാൽ ഒറ്റ പ്രശ്നമുള്ള മനുഷ്യന്റെ മനസ്സിൽ പിശുക്ക് എന്നൊരു സാധനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിശുക്ക് എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ആളുകളുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കാൻ മടിക്കുന്ന ആളുകൾ. എത്ര വലിയ അവസരം കിട്ടിയാലും സുഹൃത്തുക്കൾ കൊടുക്കാനുള്ള കഴിവുണ്ടായിട്ടും കണ്ണുകൊണ്ട് തുറക്കാത്തവർ, മനസ്സങ്ങോട്ട് സമ്മതിക്കാത്തവർ, എത്ര വലിയ അവസരമാണ് സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ പള്ളിക്ക് യഥേഷ്ടം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ ഒന്നിന് പിറകൊന്നായിക്കൊണ്ട് വരും. കൊടുക്കാനുണ്ട്, കഴിവുണ്ട്, പക്ഷെ പിശുക്കുന്നു, കൊടുക്കാറില്ല പല ആളുകളും. അള്ളാഹുവിന്റെ ദഅ്വ രംഗത്ത് നമുക്കൊന്നും അറിയില്ല എന്തെല്ലാം പിന്നെ റിസൾട്ടുകളാണ് ഓരോ സംരംഭങ്ങളും ഉണ്ടായി വരാന്ന് പറയാൻ പറ്റില്ല സുഹൃത്തുക്കളെ. നമ്മളൊരു 10 റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന എന്തൊക്കെ ഹൈറുണ്ട്. ചിലപ്പോൾ ആ ഒരു പ്രോഗ്രാമിലൂടെ ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ടാവും.
ഒരാൾ കാലങ്ങളായി കൊണ്ടു നടന്നിരുന്ന ഒരു തിന്മ, ഒരു പ്രോഗ്രാം കൊണ്ടായിരിക്കും, ഒരു നേരത്തെ സംസാരം കൊണ്ടായിരിക്കും അദ്ദേഹം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവുക, അല്ലെ? അങ്ങനത്തെ ദഅ്വ സംരംഭമൊക്കെ പിന്നെ നിലനിൽക്കാൻ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അതിലെ സംരംഭങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും നാളെ പരലോകത്തേക്കുള്ള യാത്രയിൽ ഘനഗംഭീരമായ പാതേയങ്ങൾ ഒരുക്കി വെക്കാനുള്ള സ്വരുക്കൂട്ടാനുള്ള അവസരങ്ങൾ ചെറുതും വലുതുമായ അൽഹംദുലില്ലാഹ് കയ്യത്തും ദൂരത്തുണ്ടായിട്ട് മൂക്കിന് താഴെയുണ്ടായിട്ട് നോക്കി നിൽക്കുക എന്നതല്ലാതെ അതിലേക്കൊന്നും മനസ്സറിഞ്ഞിറങ്ങാൻ പല ആളുകൾക്കും കഴിയാതെ പോയതിന്റെ കാരണം ഒന്നേയുള്ളൂ സഹോദര, അതിന്റെ പേരാണ് പിശുക്ക്. അതിന്റെ പേരാണ് പിശുക്ക്. എത്ര സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും കൊടുക്കൂല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ചില ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൂറത്ത് മുഹമ്മദിൽ പറയുന്നുണ്ട്, ഹാ അൻതും, അല്ലയോ കൂട്ടരേ, ഹൗലാഇ തുദഊന ലിതുൻഫിഖു ഫീ സബീലില്ലാഹ്, ദാ ഈ ആളുകളൊക്കെ വിളിക്കപ്പെടുന്നു അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലും കൊടുത്തോളീം എന്ന ക്ഷണം വരുമ്പോൾ ഫമിൻകും മയ്യബ്ഖൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളൊക്കെ ഉണ്ടായിട്ടും പിശുക്കി വെക്കുന്നവരാണ്. കൊടുത്താൽ കുറയുമെന്ന് വിചാരിച്ച് പിശുക്കി വെക്കുന്നവർ. അല്ലാഹ് പറയാ വമയ്യബ്ഖൽ ഫഇന്നമാ, അല്ലാഹ് പറയുന്ന ആരാണോ പിശുക്കുന്നത്, ഫഇന്നമാ യബ്ഖലു അൻ നഫ്സിഹി, അവസരം ഉണ്ടായിട്ടും അതിനെ ഉപയോഗപ്പെടുത്താതെ പിശുക്കി വെക്കുന്നവർ ശരിക്ക് സ്വന്തത്തിനുള്ള നന്മകളാണ് പിശുക്കുന്നത് എന്ന്. എന്താ ആ ഒരു പ്രയോഗം സുഹൃത്തുക്കളെ? സ്വന്തത്തോട് പിശുക്ക് കാണിക്കുന്നവരാണ് അവർ എന്ന് റബ്ബ് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ നിങ്ങള്? അത് കൊടുത്താൽ ആ മനുഷ്യർക്ക് കിട്ടുന്ന ഒരുപാട് ഖൈറുകളുണ്ട്, അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ്. നഊദു ബില്ലാഹ്. കൊടുത്താൽ റഹ്മാനായ റബ്ബ് തിരികെ തരാമെന്ന് ഓഫർ ചെയ്ത, അള്ളാഹു നൽകിയ വാഗ്ദാനങ്ങൾ ഒരു അണുകളവ് പോലും ലംഘിക്കാത്ത റബ്ബ് ഓഫർ നൽകുമ്പോ പിശുക്കി വെക്കുന്നവർ എന്റെ ഖൈറുകളിൽ അവനവന്റെ ഖൈറുകളിലും പിശുക്കുന്നവരായി കൊണ്ട് മാറുന്നു എന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നു. ശരിയല്ലേ സഹോദര? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഓഫർ എന്താ? സൂറത്തു സബയിലെ 39 അല്ലാഹ് പറയാ, വമാ അൻഫഖതും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. ഒന്നാമത്തെ ഓഫർ നമ്പർ 1 എന്താ? ദുനിയാവിൽ പടച്ചറബ് എന്താണ് അവൻ ചെലവാക്കിയത് അത് ഇവിടുന്ന് കൊടുക്കുമ്പോഴേക്കും ഇപ്പുറത്ത് കൂടെ പടച്ചറബ് അവന് വീണ്ടും കൊടുക്കും, അവനിക്ക് ഉത്തമമായതിന് പകരം കൊടുക്കുമെന്ന വഹുവ ഖൈറുർ റാസിഖീൻ. കാരണം എന്താ? റിസ്ക് നൽകുന്നതിൽ ഏറ്റവും ടോപ്പായി റിസ്ക് കൊടുക്കുന്ന ആളാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. 10 കൊടുത്താൽ സുഹൃത്തുക്കളെ 100 കിട്ടുമെന്നാണ് റബ്ബ് പഠിപ്പിക്കുന്നത്. അതിന്റെ ബറക്കത്ത് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിരിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഓഫർ എന്താണെന്നറിയോ? മലക്കുകളുടെ പ്രാർത്ഥനയാണ് സുഹൃത്തുക്കളെ. 2 മലക്കുകൾ അവരിറങ്ങി വരുന്നത് എന്തിനു വേണ്ടി മാത്രമാണെന്നറിയോ? അവർക്ക് വേറൊരു ഡ്യൂട്ടിയുമില്ല. ആ മലക്കുകൾക്ക് വേറൊരു ഡ്യൂട്ടിയുമില്ല. ആ മലക്കുകൾ എടുക്കുന്ന ഡ്യൂട്ടി എന്താ? അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമാണ്. കഴിവുണ്ടായിട്ടും പിശുക്കി വെക്കുന്നവർക്കെതിരെ പ്രാർത്ഥിക്കലാണ്. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടിയായി നീ കൊടുത്തുകൊണ്ടേയിരിക്കണം. മലക്കുകളാ സഹോദരാ പ്രാർത്ഥിക്കുന്നത്. പിന്നെന്താ പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, കഴിവുണ്ടായിട്ടും പിടിച്ചു വെക്കുന്നവർ, പിശുക്കി പൂഴ്ത്തി വെക്കുന്നവർ, അവർക്ക് നീ നാശത്തെ പ്രദാനം ചെയ്യണമേ എന്നും പറയുമെന്നാണ്. നമുക്ക് ഏത് പ്രാർത്ഥനയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി കൊണ്ടൊന്ന് ആലോചിക്കണം സുഹൃത്തുക്കളെ. വേറൊരു കാര്യം എന്താണെന്നറിയോ? നമുക്ക് പിശിക്കാൻ എന്തെങ്കിലും അർഹത ഉണ്ടോ? ശരിക്കും നമുക്ക് എന്താ സുഹൃത്തുക്കളെ പിശിക്കാൻ എന്താ അർഹതയുള്ളത്? അല്ലാഹ് പറഞ്ഞ ശൈലികൾ ശ്രദ്ധിച്ചോ? യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും. ആ ശൈലി എന്താ അറിയോ? ഞാൻ നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്നവർ, ഞാൻ നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്നവർ. റബ്ബ് തന്നൊരു ചെറിയൊരു ഓഹരി ആ സുഹൃത്തുക്കൾ നമ്മുടെ കൈകളിലുള്ളൂ. അത് നമ്മൾ ചോര നീരാക്കി ഉണ്ടാക്കിയതാ, ഞാൻ കുറെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ, കേറി വന്നതാന്നൊക്കെ നമുക്ക് വലിയ സംഭവം പറയണ്ടാവും. പക്ഷെ അതിനൊക്കെ ഉള്ള ആ ഒരു അവസ്ഥ ആര് തന്നു കൂടി നമ്മൾ ആലോചിക്കണ്ടേ? ഇങ്ങനെ നീച്ചിങ്ങനെ പറയുമ്പോ നീച്ച് നിൽക്കാനുള്ള കാലിന്റെ പവർ ആര് തന്നതാ? ഈ വീമ്പ് പറയാനുള്ള ഈ നാവിന്റെ ശേഷി ആര് തന്നതാ? റബ്ബാണ് നമുക്ക് നൽകിയത്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞ ശൈലി, ഞാൻ തന്നതിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നവർ, നമ്മുടെ മുതലല്ല എന്നാണ് പറയുന്നത്. പിന്നെ ബുദ്ധിയുള്ള ഒരു സുഹൃത്തുക്കൾ പിശുക്കൂ. ബുദ്ധിയുള്ള ആളുകൾ പിശുക്കൂല എന്നാണ് റബ്ബ് പറയുന്നത്. ബുദ്ധിയുള്ള ആളുകൾ പിശുക്കൂല. കാരണം എന്താണെന്നറിയങ്ങള്? അള്ളാഹ് റസൂൽ പഠിപ്പിക്കുക, നമ്മൾ എന്തിനും കൊടുത്താലേ അതേ നമ്മുടെ മുതൽ നമുക്ക് ബാക്കിയാവുള്ളൂ. 2, 3 തലമുറകളൊക്കെ ലാവിഷായി ലക്ഷറി ആയിക്കൊണ്ട് ജീവിച്ച് തീർത്താലും തീരാത്ത അത്രയും സമ്പാദിച്ചവൻ വീണ്ടും ഓടുന്നു. ഓടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനനുസരിച്ച് പുറത്ത് കൊടുത്താൽ മതി. ഇതെന്താ അറിയോ? അവന്റെ ഹരം എന്തിനാന്നറിയോ? സമ്പാദിച്ചു കൂട്ടുന്നതിൽ മാത്രമേ സുഹൃത്തുക്കളെ ഹരമുള്ളൂ. സമ്പാദിച്ചിങ്ങനെ കൂട്ടുന്നതിൽ വല്ലാത്തൊരു ഹരം.
എന്നിട്ടോ ഒന്നുമില്ലാത്ത കൈകൾ കൊണ്ട് വന്നു, ജീവിതം മുഴുവനും പണമുണ്ടാക്കണമെന്ന പണസമ്പാദനത്തിന് പിന്നാലെ ഓടി, എന്നിട്ടോ ഉടനെ റബ്ബിനെ തിരിച്ചു വിളിക്കുമ്പോ ഒന്നുമില്ലാത്തവനായിട്ടാ പോണത്. അപ്പൊ ഈ കാലം അത്രയും ചെയ്തു കൂട്ടിയത് ആരാ? അതാരാ ഉപയോഗപ്പെടുത്തുന്നത്? അത് അവന്റെ അനന്തര സ്വത്ത് അവകാശപ്പെടുത്തുന്ന ആളുകളാണ്. മരണാനന്തരം അവനക്ക് എന്ത് ഉപകാരപ്പെടുക? അവൻ ചെയ്തു വെച്ചത് എന്തെങ്കിലും പരലോകത്തേക്ക് ഉപകാരം കിട്ടണം നിലയ്ക്ക് ജാരിയത്തായുള്ള സ്വതക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും. അള്ളാഹിന്റെ മാർഗത്തിൽ ഇറങ്ങിയതുണ്ടെങ്കിൽ അതിനെ റബ്ബ് അതിനെങ്ങനെ വിശാലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, അതിനെങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കും. 10 കൊടുത്തവൻ കബറിൽ എത്തുമ്പോ ചിലപ്പോ കാണുക 10 ആയിട്ടല്ല. ആ ഒരു ബോധത്തോടു കൂടെ അവനവന് വേണ്ടി സുഹൃത്തുക്കളെ ജീവിക്കാൻ നമുക്ക് കഴിയണം. സമ്പാദിച്ചതിൽ നിന്നും ഞാൻ ഇപ്പോൾ എന്റെ അവസരം നിലച്ചാൽ എനിക്ക് തിരിച്ചു പോകുന്ന ഇടത്ത് എനിക്ക് എന്തുണ്ടാകും? കബറിൽ കൂട്ടിരിക്കാൻ മാത്രം ഞാൻ സമ്പാദിച്ചതിൽ നിന്നും ഞാൻ എന്ത് നീക്കി വെച്ചു? ഒരു ചെറിയൊരു വീടുണ്ടാക്കുമ്പോൾ ചെറിയ ടോയ്ലറ്റിന് പോലും ലക്ഷങ്ങൾ ചെലവഴിച്ച നമുക്ക് അള്ളാഹുവിന്റെ ഭവനത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി എന്ത് മാറ്റിവെക്കാൻ കഴിഞ്ഞു? എന്റേതെന്ന് പറഞ്ഞ് എന്റെ കബറിലേക്ക് കിട്ടുമെന്നുറപ്പുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചോളൂ സുഹൃത്തുക്കളെ. അത് ഉണ്ടെങ്കിൽ ഉള്ളവർ കഴിവിനനുസരിച്ചുകൊണ്ട് അവനവനക്ക് കൊടുത്താൽ നന്നു എന്നുള്ളതാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന വല്ലാത്തൊരു യാഥാർത്ഥ്യം. ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ കാണാനറിയോ? എപ്പോഴതിന്റെ ഒക്കെ മഹത്വം മനസ്സിലാക്കാനറിയോ? സുഹൃത്തുക്കളെ, മരിക്കുമ്പോഴാണ്. മരിക്കുന്ന സമയത്ത് ഇങ്ങനെ കേണപേക്ഷിച്ചുകൊണ്ട് പറയുന്ന വാചകം നമുക്ക് കാണാൻ കഴിയും. ഞാൻ കൊടുത്തോളം പടച്ചോനെ സ്വതക്ക. ഇത്രയും കാലം ഞാൻ അതിനെ പിശുക്കി പിടിച്ചുകൊണ്ട് നടന്ന മനുഷ്യനാ, അത്രയും ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരു നാഴിക നേരത്തേക്ക് എനിക്കൊരു ഒഴിവ് തരോ, ഒരു ഒഴിവ് കഴിവ് എനിക്ക് തരോ, ഞാൻ കൊടുത്തോളാം, റെഡിയായിരിക്കും. റഹ്മാനായ റബ്ബ് വിടൂല. അതുകൊണ്ട് മലക്കൽ മൗത്തിനെയും സംഘത്തെയും കാണാൻ വേണ്ടി ആരും കാത്തു നിൽക്കേണ്ട. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ട എന്ന് പറഞ്ഞതിനൊരു ശതമാനം പോലും മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കുക. റബ്ബ് നൽകിയതിൽ നിന്നും നല്ലൊരു ഓഹരി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. അതാണ് നമ്മുടെ കബറിൽ നമുക്ക് തണൽ വിരിക്കുക, സ്വസ്ഥതയുണ്ടാക്കുക, സ്വർഗ്ഗ കവാടം തുറക്കപ്പെടാൻ അത് വലിയൊരു കാരണമാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, എല്ലാ വിഷയത്തിലും ഒരു മിതത്വം കാത്തു സൂക്ഷിക്കേണ്ടവരാണ് വിശ്വാസി. അത് ചെലവഴിക്കുന്ന വിഷയത്തിലുമുണ്ട്. പിശുക്ക് പാടില്ല എന്ന് പറയുമ്പോൾ ഉള്ളത് മുഴുവനും എടുത്ത് കുടുംബത്തെ പരിഗണിക്കാതെ ചെലവഴിക്കണമെന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല. വിശ്വാസികളുടെ ഗുണമായി കൊണ്ട് പറയുമ്പോൾ വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. അവർ ചെലവഴിക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് പിശിക്കാതെയും എന്നാ എല്ലാതും എടുത്തു കൊടുക്കാതെ ഇടയിൽ മിതത്വം സ്വീകരിക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എന്ത് ചെലവഴിക്കുമ്പോഴും മറ്റുള്ളവർക്കുള്ള ബാധ്യതകൾ ഹനിക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉള്ളത് മുഴുവൻ എടുത്തു കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിന്റെ പിന്നെ അവന് നിർബന്ധമായിക്കൊണ്ടും പിന്നെ പോറ്റേണ്ട അവന്റെ മാതാപിതാക്കൾക്ക് ഒരു ഓഹരി മാറ്റി വെച്ചിട്ടില്ല, മക്കൾക്കില്ല, ഭാര്യക്കില്ല. അതേതായിരുന്നാലും പറ്റൂല. ഒരു സ്വഹാബി വന്നിട്ട് പിന്നെ രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും മരിക്കാൻ പോവുകയാണ് പ്രവാചകൻ, ഞാൻ ഉള്ളതൊക്കെ ഉണ്ട് അള്ളാഹ് മാർഗത്തിൽ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. പറ്റൂല എന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, നീ മരിക്കുന്ന സമയത്ത് സുലുസിന് 3 കൊടുക്കട്ടെ വെച്ചപ്പോ അതെ 3 വേണമെങ്കിൽ കൊടുത്താൽ അതിന് അധികമാണെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ തത്വം പറയേണ്ടത് എന്താ? നീ നിനക്ക് അള്ളാഹു അത്യാവശ്യമൊക്കെ നൽകിയിട്ട് നിന്റെ മരണാനന്തരം നിന്റെ മക്കളെ മറ്റുള്ള മുമ്പിൽ കൈ നീട്ടി ഇരക്കാൻ വിടുന്നതിനേക്കാൾ നല്ലത് അവര് സേഫ് ആക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളത് അള്ളാഹുവിന്റെ മാർക്ക് എത്ര വേണമെങ്കിലും കൊടുത്തോ എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ പറയുമ്പോഴും ആ 2 നിലയും നമ്മൾ ഒരുപോലെ മനസ്സിലാക്കിയിട്ട് നല്ല നിലക്ക് നമ്മുടെ നിലപാട് ഉഷാറാക്കിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. നമുക്ക് ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകണം. ഒരു വിശ്വാസിക്ക് റബ്ബ് നൽകുന്നതാണ് അവന്റെ പണം, അല്ലെ? അത് അള്ളാഹു നമുക്ക് നൽകുന്ന ദാനമാണ്. അത് ചെലവഴിക്കുന്നിടത്ത് നല്ലൊരു അച്ചടക്കം നമുക്ക് ഉണ്ടാകണം. എന്ത് ചെലവഴിക്കുമ്പോഴും പരിഗണിക്കണം, നമ്മുടെ ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ? 3 രേഖയിലൂടെ നമ്മുടെ ചെലവഴിക്കുന്ന രൂപം നമുക്ക് പോകണം. അനാവശ്യമാണെങ്കിൽ നമുക്ക് വേണ്ട, അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ വേഗം വേണം, ആവശ്യമാണെങ്കിൽ കുറച്ചൊന്നും മാറ്റിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഒരു സാമ്പത്തിക അച്ചടക്കം നമുക്ക് ഉണ്ടാകണം. ഉള്ളതിൽ ഒരു വിഹിതം നമ്മൾ മാറ്റിവെക്കണം. നമുക്ക് എത്രയാണോ വരുമാനമുള്ളത് അതൊരു വിഹിതം നമ്മൾ മാറ്റിവെക്കണം. എന്തിനാ? എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ നമ്മൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. റഹ്മാനായ റബ്ബിനോട് ബർക്കത്തിന് വേണ്ടി നല്ലോണം ചോദിക്കണം സുഹൃത്തുക്കളെ. സമ്പത്തിനും മറ്റുമൊക്കെ ബർക്കത്ത് കിട്ടാൻ ഉള്ള ഒരു അവസരം നമ്മൾ ചോദിക്കണം.
അതേപോലെ തന്നെ പിശുക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, സമ്പത്തിൽ മാത്രമല്ല പിശുക്ക്, സമ്പത്തിൽ മാത്രമല്ല പിശുക്ക്, പലതിലും പിശുക്കുണ്ട്. സ്വഭാവത്തിൽ പിശുക്കുന്ന ആളുകളുണ്ട്, പുഞ്ചിരി ധർമ്മമാണെന്ന് അറിഞ്ഞിട്ടും പിശുക്കുന്ന ആളുകളാണ്. അത് പറ്റൂല എന്നാ പറയുന്നത്. സലാമിന്റെ മഹത്വം അറിഞ്ഞിട്ടും സലാം കൊടുക്കാൻ പിശുക്കുന്ന ആളുകളുണ്ട്. അറിവുണ്ടായിട്ടും അത് പകർന്നു കൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്ന ആളുകളുണ്ട്. എത്ര വലിയ നഷ്ടമാണ്. 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവന്റെ കൂടെയുണ്ടാകുമെന്ന് പഠിപ്പിക്കപ്പെട്ട കർമ്മങ്ങളിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായി വിശദീകരിച്ചില്ലേ, ഇൽമുൻ അല്ലമഹു, അവൻ മറ്റൊരാൾക്ക് പകർന്നു കൊടുത്ത അറിവ്. സുഹൃത്തെ, ഇന്നത്തെ 20 മിനിറ്റിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയോ? അത് നമ്മുടെ മനസ്സിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല. നമുക്ക് ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഒരു റെക്കോർഡ് നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റുമോ? സുഹൃത്തെ, എന്തിനു നമ്മൾ പിശുക്കണം? എന്ത് ചെലവാണുള്ളത്? ഇതടക്കം പിശുക്കിലേക്ക് വരുമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ പുകഴ്ത്തുന്നതിൽ നമ്മളൊരു പിശുക്ക് കാണിക്കാൻ പാടില്ല. അല്ലാഹു അക്ബർ എന്ന് പറയാൻ, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, ഒരു അത്ഭുതം കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് നമുക്ക് പറയാൻ എന്തേ തടസ്സം? അതിൽ പിശുക്കുന്ന ആളുകളുണ്ട് എന്നതാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതെല്ലാം നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബ്ഖലുൻ നാസി മയ്യബ്ഖലു ബിസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുകയാണ്, ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പറഞ്ഞ സലാം കൊണ്ട് പിശുക്കുന്നവനാണ്, സലാം പറയാതിരിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പോലും പറയാനുള്ള ഒരു പിശുക്ക് കാണിക്കുന്നവൻ ഏറ്റവും വലിയ പിശുക്കനാണെന്നൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, എല്ലാ അർത്ഥത്തിലും പിശുക്കിന്റെ ഇനങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിച്ച് നടത്തിയ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ലി, അല്ലാഹുവേ പിശുക്കിൽ നിന്നും നീ എന്നെ കാക്കണേ എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ അതെല്ലാം നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. പരലോകത്തിന് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ജീവിക്കുക. നമ്മൾ നമുക്ക് വേണ്ടി ഇഹലോകത്തിലും എല്ലാവർക്കും ഒരാൾ നമ്മുടെ മുമ്പിൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഉറക്കം വരാൻ പാടില്ല. ശരിക്കും എല്ലാവരുടെയും പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളാൽ കഴിയുന്ന പരമാവധി നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക. നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക. ഒരു സംശയവും വേണ്ട, അള്ളാഹ് നമുക്ക് നൽകുന്ന വാഗ്ദാനം, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. തന്റെ സഹോദരനെ സഹായിക്കാനുള്ള കാലത്തോളം നിന്നെ സഹായിക്കാൻ റഹ്മാനായ റബ്ബുണ്ടെന്ന സന്തോഷ വാർത്ത നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ പരലോകത്തിന് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് ഒരുങ്ങുക. ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അവസരങ്ങൾ കഴിവിന്റെ പരമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒന്നിൽ പോലും നമ്മൾ പിശുക്കി ആ ഒരു അവസ്ഥ സാഹചര്യം ഒന്നും നമ്മൾ തൊലക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ തന്നെ സുഹൃത്തുക്കളെ, ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനുള്ളത്, അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയിൽ വലിയൊരു സൗകര്യം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടും നമ്മുടെയൊക്കെ എളിയ പരിശ്രമങ്ങൾ കൊണ്ടും സാധ്യമായിരിക്കുകയാണ്. നമ്മുടെ കറണ്ട് സംവിധാനം പരിപൂർണമായി കൊണ്ടും സോളാർ സംവിധാനത്തിലേക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. സ്വല്പം ഭീമമായ തുക തന്നെ 1-2 സഹോദരങ്ങൾ ആദ്യം മുന്നിട്ടിറങ്ങുകയും പിന്നീട് ബാക്കിയുള്ള ആളുകൾ ഒറ്റയും തെറ്റയും ഒക്കെ ആയിക്കൊണ്ട് കൈകോർത്ത് പിടിച്ചപ്പോൾ പിശുക്കില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്രയാണോ എന്നെ കൊണ്ട് കഴിയുക അത് ലഭിക്കട്ടെ, അത് കൊടുക്കട്ടെ എന്ന അർത്ഥത്തിൽ തന്നെ അവരതിനു വേണ്ടി മുന്നിട്ടിറങ്ങി. റഹ്മാനായ റബ്ബ് നമ്മുടെ ആ ഒരു സാഹചര്യത്തെ ഒരു പ്രവർത്തനത്തെ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയിട്ടാണെന്ന ബോധത്തോടു കൂടെ നമ്മുടെ കബറിൽ തളവിരിക്കുന്ന കർമ്മങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഇനിയും ആത്മാർത്ഥമായിക്കൊണ്ട് പള്ളിയെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയത്തെ കൂട്ടിയിണക്കിയ ആളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളൊക്കെ നിരന്തരമായി വന്ന് ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന, ദീന് കേൾക്കുന്ന, പ്രവർത്തന തലത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ നമുക്കൊരു പ്ലാറ്റ്ഫോമായി റബ്ബ് നമുക്ക് നൽകിയ ഈ ഭവനത്തെ അത് നമ്മുടെ മനസ്സിൽ അജണ്ടയായിക്കൊണ്ട് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് തണൽ കിട്ടുന്ന ഏർപ്പാടാണെന്ന് സന്തോഷ വാർത്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഇനിയും ആവശ്യങ്ങളൊക്കെ ചോദിച്ചും അറിഞ്ഞും നമ്മളാൽ കഴിയുന്നത് എന്താണോ അതൊക്കെ ഇനിയും കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അല്ലാഹു നമ്മുടെ സ്വതക്കകളും ദാനധർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ട ഒരു സഹോദരി പിന്നെ ഉണ്ട്, മഞ്ഞപ്പിത്തം ബാധിച്ച് സ്വല്പം സീരിയസ് ആയ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സഹോദരിയുടെ ഒരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞു. പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സഹോദരിയുടെ എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിച്ച് പരിപൂർണമായ ആഫിയത്തിലേക്ക്
തിരിച്ചു മടങ്ങാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ, അല്ലാഹുവേ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. നാളെ അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് വേദനകൾ, യാതനകൾ, മാനസിക ശാരീരിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങൾ അവരെക്കാൾ കൂടുതൽ കണ്ടറിയുന്നവരെന്നുള്ള നിലയ്ക്ക് പരിപൂർണമായും ഷിഫായിന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.